ചൈനയെ വെട്ടിച്ച് യൂറോപ്യൻ വിപണി പിടിക്കാൻ ഇന്ത്യക്ക് കഴിയുമോ? പീയൂഷ് ഗോയലിന്റെ ബ്രസൽസ് സന്ദർശനം വെറും ഒരു ചർച്ചയല്ല, അത് ഇന്ത്യയുടെ ചരിത്രപരമായിട്ടുള്ള ഒരു നീക്കമാണ്. ലോകം സാമ്പത്തിക മാന്ദ്യത്തെ ഭയപ്പെടുമ്പോഴും 2026 ഇന്ത്യ 6.6% വളർച്ച നേടുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ റിപ്പോർട്ട് UNWESP 2026 പ്രവചിക്കുന്നു. ഇതിലൂടെ യുഎന്നിന്റെ SDG 8 ലക്ഷ്യം നേടാനാണ് ഇന്ത്യയുടെ ശ്രമം. ഈ കരാർ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ വസ്ത്രങ്ങൾക്കും മരുന്നുകൾക്കും യൂറോപ്പില് 0 ഡ്യൂട്ടി ലഭിക്കും. പകരം യൂറോപ്യൻ ലക്ഷറി കാറുകളും വൈനും ഇന്ത്യയില് വില കുറഞ്ഞേക്കാം. ഇത് നമ്മുടെ ചെറുകിട വ്യവസായങ്ങൾക്ക് വലിയ ഊർജ്ജമാകും. പക്ഷെ ഒരു കടമയുണ്ട്. യൂറോപ്പിന്റെ പുതിയ കാർബൺ ടാക്സ് അല്ലെങ്കിൽ CBAM മറികടക്കാൻ ഇന്ത്യയുടെ കമ്പനികൾക്ക് ഗ്രീൻ ആകേണ്ടി വരും. ഇന്ത്യയെ ലോകത്തിന്റെ ഗ്രീൻ മാനുഫാക്ചറിംഗ് ഹബ് ആക്കാനുള്ള സുവർണ അവസരമാണിത്. ഇന്ത്യ ഈ വെല്ലുവിളി ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയൂ. Subscribe Global Talks with Abhi.